എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കുകയില്ലെന്നും ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്നും ഉള്ള വിശ്വാസം. ആ വിശ്വാസം തകർന്നാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. ആരുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ജീവിക്കണം. തോറ്റുപോയാലും ഒറ്റപ്പെട്ടാലും ജീവിക്കണം. തകർന്നു പോയാലും മാറ്റി നിർത്തപ്പെട്ടാലും ജീവിക്കണം. കാരണം ജീവിതം ഒന്നേയുള്ളൂ. അത് നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല. വളരെ പെട്ടെന്നായിരിക്കും ഒരാളിൽ മാറ്റം വരുന്നത്. അതിന് കണ്ണടച്ച് തുറക്കുന്ന സമയം മതി. ഒരുപാട് മിണ്ടിയിരുന്ന ചിലർ പിന്നെ മിണ്ടാതെയാവും. ഒരു നേരം നമ്മളെ കാണാതിരിക്കുമ്പോൾ സങ്കടപ്പെട്ടിരുന്നവർ നമ്മളെപ്പോലും മറന്നു പോകും. അതൊക്കെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. 3 തരം ആളുകളെ ഒരിക്കലും മറക്കരുത്. 1. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിച്ചവർ. 2. നിങ്ങളുടെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ ഉപേക്ഷിച്ചവർ. 3. നിങ്ങളെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആരാണോ തള്ളിക്കളഞ്ഞത് അവർ. നിങ്ങളുടെ സമയം പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത്. മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിതഫലങ്ങളുമായി ജീവിക്കരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. വിനയവും എളിമയും തൻ്റെ സ്വത്തായുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ജീവിതത്തിൽ അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അപൂർവമായിരിക്കും. ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ചുറ്റും നോക്കിയാൽ മുന്നോട്ട് പോകാനാവില്ല. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും. നേരെ മാത്രം നോക്കുക. ലക്ഷ്യം അവിടെയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെ തന്നെയാണ്. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ്. വാക്കുകളെ വിശ്വസിക്കരുത്, പ്രവൃത്തികളെ വിശ്വസിക്കുക. വിലയറിയാതെ നഷ്ടപ്പെടുത്തുന്ന പലതും വില ഉള്ളതായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അവ നഷ്ടപ്പെട്ട ശേഷമായിരിക്കും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ്. അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു എന്ന് വരാം. പക്ഷേ ചതിയനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും. നിങ്ങൾക്ക് ഒരിക്കലും ഭൂതകാലത്തിലേക്ക് തിരിച്ചുപോയി പുതിയതായി ഒന്നും തുടങ്ങാൻ കഴിയില്ല. എന്നാൽ ഇന്ന് പുതിയൊരു കാര്യം ആരംഭിച്ച് നല്ലതിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. വിജയത്തിന് പ്രത്യേകതകളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്നും പാഠം പഠിക്കൽ എന്നിവയുടെ ഫലമാണത്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. അത് ഹൃദയം കൊണ്ട് അനുഭവിക്കുക തന്നെ വേണം. രക്തബന്ധമല്ല, വിശ്വാസമാണ് യഥാർത്ഥ ബന്ധം. വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് അപരിചിതരും വേണ്ടപ്പെട്ടവരാകും. വിശ്വാസമില്ലെങ്കിൽ സ്വന്തങ്ങൾ പോലും അന്യരാവും. കുടുംബത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിന് വേണ്ടി മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രതിഫലനമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കും.
മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മളെപ്പോഴും നമ്മളെ മറക്കുന്നത്. പിന്നീട് ആരും ഇല്ലാതാകുമ്പോൾ മറന്നുവെച്ച നമ്മളെ നമ്മൾ തിരിഞ്ഞു നോക്കും. അപ്പോഴേക്കും തിരിച്ചെടുക്കാനാവാത്ത വിധം ആ പഴയ നമ്മൾ നഷ്ടമായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് 2 ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ അത് ലഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് നഷ്ടമാവുമ്പോൾ. ജീവിതം മനോഹരമാക്കാൻ ആരെയും തേടി പോകേണ്ടതില്ല. തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി. നമ്മുടെ സങ്കടം കണ്ട് സമൂഹമോ അവരുടെ ചിന്തകളോ മാറില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. കഠിനാധ്വാനം ചെയ്ത് വിജയത്തിലെത്തിയാലും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരും. നമ്മുടെ സന്തോഷം കെടുത്താൻ വന്ന പാഴ്വാക്കുകളായി അതിനെ തള്ളിക്കളയുക. സന്തോഷിക്കേണ്ടതായ നിമിഷങ്ങളിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക. ഇനിയും നേടാനുണ്ട് ഏറെ. ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ഒരാളും മറ്റൊരാൾക്ക് പകരം ആവുകയില്ല. ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ബന്ധം ഏതായാലും ഒപ്പം നിൽക്കുന്ന ആൾ നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ ആ ബന്ധം നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കും.